നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓച്ചറ മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആണ്. അത് കഴിഞ്ഞേച്ച് കുറച്ച് അപ്ഡേറ്റ് തുറവൂർ ഭാഗത്തേക്കും കൂടെ നമ്മൾ ഇതിനകത്തുണ്ട്. നമ്മളിപ്പം ഓച്ചറയിലെ തെക്കേ സിഗ്നലിൻ്റെ അടുത്ത് നിന്ന് നേരെ കായംകുളം ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇപ്പം വലതുഭാഗത്തായിട്ട് തന്നെ ആറുവരിപ്പാത കടന്നു പോകേണ്ട പകുതിയോളം ഭാഗം അവർ കുറച്ച് നീളത്തിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗവും അവർ കുറച്ച് നീളത്തിലായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങളൊക്കെ ഇപ്പം പുതിയതായിട്ട് ഇപ്പോൾ ടാർ ചെയ്ത സ്ഥലത്തൂടെയാണ് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ റോഡ് കുറച്ച് നീളത്തിലായിട്ട് അവരിപ്പം പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. മണ്ണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടാണ് രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മാണമൊക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് ഇപ്പം നമ്മൾ കായംകുളം ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങൾ പള്ളിയുടെയും അമ്പലത്തിൻ്റെയൊക്കെ മുമ്പിൽ കൂടെ കടന്നു പോകുന്ന റോഡിൽ കൂടിയാണ് കടത്തി നേരെ കായംകുളം ഭാഗത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കരുനാഗപ്പള്ളി ഓച്ചറയിൽ കായംകുളത്തുനിന്ന് കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് പോകേണ്ട വാഹനങ്ങളാണ് ഇപ്പോൾ ഇതുവഴി കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇടത് ഭാഗത്തായിട്ടും കുറച്ച് ഹൈറ്റിലായിട്ട് തന്നെ അവർ റിട്ടേണിംഗ് വാൾ ഉയർത്തിയിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോഴാണ്. പിന്നെ വലതുഭാഗത്ത് ഒരു സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഇടതു ഭാഗത്തായിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ പണി പുരോഗമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ തന്നെ ഇപ്പം റിട്ടേണിംഗ് വാൾ ഉയർത്തുന്ന പണികളും ഈ ഒരു ഭാഗത്തായിട്ട് അണ്ടർപാസ് കഴിഞ്ഞേച്ച് വരുമ്പം ഇടതു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വലതുഭാഗത്തായിട്ടായിരിക്കും ആദ്യമേ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗം പണി തീർത്തിട്ട് വാഹനങ്ങൾ വഴിതിരിച്ചു വിടാനുള്ള സാധ്യത കാണുന്നുള്ളൂ. കാരണം ഇനി ഇപ്പം വാഹനങ്ങൾ കടന്നു പോകേണ്ട റോഡ് കുത്തിപ്പൊളിച്ചിട്ട് വേണം റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണിയും. പിന്നെ നമ്മൾ കായംകുളത്തുനിന്ന് ഓച്ചറയിലോട്ട് തിരിയുന്ന റോഡ് പൊളിക്കേണ്ടി വരും. അവിടെയും ഓടയുടെ നിർമ്മാണം നടക്കാനുണ്ട്. അപ്പം എങ്ങനെയെങ്കിലും സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ വഴിതിരിച്ച് വിട്ടിട്ട് വേണം പണി തുടങ്ങേണ്ടത്. പിന്നെ നമ്മൾ നേരെ വരുന്നത് മുക്കടയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെയും അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമായിരുന്നു. അപ്പം അത്രയും മണ്ണിട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ ഓച്ചറയിൽ നിന്ന് മുക്കടയിലോട്ട് വരുമ്പോൾ ഉള്ള ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ പണി പുരോഗമിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അണ്ടർപാസ് എത്തുന്നതിന് മുമ്പ് ഇവിടെ എത്തുമ്പം ഇവർ കുറച്ച് ലെങ്തിലായിട്ട് ഇവിടെ കുറച്ച് ഭാഗം ഇടത്തെ സൈഡിലായിട്ട് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ മെറ്റിലിട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. മെറ്റിലാണോ അതോ ഇനി പഴയ റോഡ് പൊളിച്ചത് ക്രഷ് ചെയ്തത് കൊണ്ടിട്ടാണോ എന്നറിയത്തില്ല. എന്തുപോലെ അതവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ വലതുഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗം ഇവരിപ്പം കുറച്ച് നീളത്തിലായിട്ട് ഇവിടെ ടാർ ചെയ്തെടുത്തിട്ടുണ്ട്. മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും ഇടതുഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗം ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുക്കടയിൽ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ വലതുഭാഗത്തായിട്ട് തന്നെ അവർ കുറച്ച് മെറ്റിലൊക്കെ ഇട്ട് കുറച്ച് ഭാഗം അവിടെയും ടാർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മണ്ണിട്ട് ഉയർത്തുന്ന പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർപാസിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. ഇപ്പുറത്തും കുറേശ്ശെ ഇട്ട് നിരത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടതുഭാഗത്തായിട്ട് ഇത്രയും നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗവും അവിടെ പണിഞ്ഞിട്ടുണ്ട്. മുക്കട കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ വരുന്നത് കൃഷ്ണപുരം ഭാഗത്തേക്കാണ്. പിന്നെ കൃഷ്ണപുരം ഭാഗത്തായിട്ട് എത്തുമ്പോഴാണ് ഇടതുഭാഗത്തായിട്ട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മളിപ്പം പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പഴയ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ഇടതുഭാഗത്തായിട്ട് തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണം നമ്മൾ ഈ കാണുന്ന രീതിയിലായിട്ട് കുറച്ചും കൂടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇപ്പം പഴയ മണ്ണ് ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുള്ള പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അത് പൂർണ്ണമായും നീക്കം ചെയ്തതിന് ശേഷം പുതിയ മണ്ണ് കൊണ്ടുവന്ന് ഈ ഒരു ഭാഗത്തായിട്ടിടും. പിന്നെ പാലത്തിൻ്റെ മുകളിൽ ഗർഡറുകളായിരിക്കത്തില്ല വരുന്നത്. പാലത്തിൻ്റെ തൂണുകളൊക്കെ അടുപ്പിച്ചടുപ്പിച്ചായതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഷീറ്റൊക്കെ നിരത്തിയിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന പണിയായിരിക്കും വരുന്നത്. പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടെയൊക്കെ ഇനിയും പണികളൊക്കെ ഒരുപാടുണ്ട്. നമ്മൾ കൃഷ്ണപുരം ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ കുറച്ച് ഫ്രിക്ഷൻ സ്ലാബൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്നാൽ അത് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അപ്പം രണ്ട് സൈഡിലായിട്ടും റിട്ടേണിംഗ് വാൾ ഉയർത്തി ഏറ്റവും മുകളിലായിട്ട് വരുമ്പോൾ വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫ്രിക്ഷൻ സ്ലാബ് എന്ന് പറയുന്ന സാധനം. പിന്നെ നമ്മൾ കൃഷ്ണപുരം കഴിഞ്ഞ് മുമ്പോട്ട് പോവാണ് KPSC ജംഗ്ഷൻ ഭാഗത്തോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ ഭാഗത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിനേക്കായി കുറച്ച് പുരോഗമനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പണിയാണ് നടക്കുന്നത്. പിന്നെ വലതുഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിരത്തിയെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും വലതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് പഴയ റോഡ് ക്രഷ് ചെയ്തതാണ് ഇവിടെയും കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ
മുമ്പോട്ട് വരുമ്പം ഇവിടെയും ഇടതുഭാഗത്തായിട്ട് തന്നെ കുറച്ച് നീളത്തിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ക്രഷ് ചെയ്ത റോഡ് പൊടിച്ചതാണ് കൊണ്ടുവന്ന് ഇവിടെയും കൊണ്ടിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെ പഴയ പോസ്റ്റുകൾ ഇപ്പോഴും നിരത്തി പിടിച്ച് ഇങ്ങനെ നിൽപ്പുണ്ട്, അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ KPSC ജംഗ്ഷൻ എത്തിക്കഴിയുമ്പം നമ്മൾ നേരത്തെ അവർ വഴിതിരിച്ച് വിട്ടത് പഴയ റോഡ് കുത്തിപ്പൊളിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. കുറച്ച് ഭാഗം ടാർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് കുറച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പം ആദ്യം അവർ ഇടതുഭാഗം ടാർ ചെയ്തു, പിന്നെ പഴയ റോഡ് കുത്തിപ്പൊളിച്ചതിന് ശേഷം ഇപ്പം കുറച്ച് നീളത്തിലായിട്ട് ഇവിടെയും ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ആറുവരിപ്പാതയുടെ കൃത്യമായിട്ട് വീതിക്കായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളിപ്പം ആദ്യം ടാർ ചെയ്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ചും കൂടെ വീതിക്കായിട്ട് ടാർ ചെയ്യാനുണ്ട്. മാത്രമല്ല അവിടെ തന്നെ പോസ്റ്റുകൾ ഒരുപാട് നിൽക്കുന്നത് കൊണ്ടായിരിക്കണം അവിടെ ഇപ്പം ടാറിങ് പെൻഡിങ് ആവാനുള്ള സാധ്യതയുള്ളത്. കാരണം അവിടെ ഇനി ക്രാഷ് ബാരിയർ നിർമ്മാണം നടക്കാനുണ്ട്. പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കാണാം ഇടത്തെ സൈഡിലായിട്ട് തന്നെ നിരത്തി പിടിച്ച് പോസ്റ്റ് ചെയ്യുന്നത് കാണാം. അതൊക്കെ എടുത്ത് മാറ്റാതെ പണി ഇനി ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് കഴിയത്തില്ല. പിന്നെ നമ്മൾ പെട്രോൾ പമ്പിൻ്റെ ഒക്കെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി ഇപ്പോൾ ഇതേപോലെ ഇങ്ങനെ കുറച്ച് വിട്ടിട്ടാണുള്ള പണിയാണ് നടക്കുന്നത്. അവിടെ ഇപ്പം മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണി നടക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത്, ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് നിന്ന് വലത്തോട്ട് പോകുന്നതായിരുന്നു നമ്മൾ ഷോർട്ട് കട്ട് നൂറനാട് അടൂരൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട്, നൂറനാട്ടോട്ടൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് റോഡുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം ഇവിടെ ഇപ്പം ബ്ലോക്ക് ആയിട്ടുണ്ട്. അതിന് നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുമ്പം ഒരു ഷോർട്ട് കട്ട് ഇവിടുന്ന് വലത്തോട്ട് റോഡുണ്ട്. അപ്പോൾ ആ ഒരു റോഡിലോട്ട് കയറണമെങ്കിൽ അപ്പം ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോൾ വലത്തോട്ട് റോഡുണ്ട്, അതുവഴി കയറിയാണ് പോകുന്നത്. പിന്നെ നമ്മൾ കായംകുളം ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം വരുമ്പം കാണുന്നത് നമ്മൾ വലിയ മാറ്റങ്ങളൊന്നും വലുതായിട്ടില്ല. പഴയ പോസ്റ്റുകൾ എടുത്ത് മാറ്റാതെ പണികൾ ഇനി വലുതായിട്ട് ആക്റ്റീവായിട്ട് നടക്കുമെന്നും അറിയത്തില്ല. പിന്നെ രണ്ട് സൈഡിലും കായംകുളത്തെ അണ്ടർപാസിൻ്റെ കയറ്റം കയറുന്നതിന് വേണ്ടി രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഉയർത്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇടതുഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ പണി നടക്കണമെങ്കിൽ അറിയാം, അവിടെയും പോസ്റ്റുകളൊക്കെ നിരത്തി പിടിച്ച് അവിടെ നിൽക്കുകയാണ്. അപ്പം വലതുഭാഗത്തും ഡ്രൈനേജിൻ്റെ പണിയൊക്കെ കുറച്ച് ഗ്യാപ്പിട്ടാണ് കിടക്കുന്നത്. ഇപ്പോൾ പകുതിയുള്ള അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി പകുതി നിർമ്മാണം നടക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇടതുഭാഗത്ത് ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടണം. വലതുഭാഗത്തുകൂടി 2 വാഹനങ്ങൾ കടത്തിവിടുന്നത് അത്രയ്ക്ക് ശരിയായിട്ടുള്ള കാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇടതുഭാഗത്ത് സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് വേണം ബാക്കി പകുതി അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ. നമ്മളിനി നേരെ വരുന്നത് കായംകുളത്തെ പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ 2 തൂണുകൾ തമ്മിലുള്ള ടോപ്പ് കോൺക്രീറ്റ് കഴിഞ്ഞിരിക്കുന്നത് കാണാം. പിന്നെ ഇവിടെ ഇപ്പം ഗർഡറുകൾ വെച്ചിട്ടുള്ള പണിയായിരിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം തൂണുകളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് തന്നെ ഇതേപോലെ തന്നെ കോൺക്രീറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇപ്പം ഇത്രയും അപ്ഡേറ്റാണ് നമ്മുടെ കായംകുളം വരെയുള്ള അപ്ഡേറ്റ്. നമ്മളിപ്പം പാലം കയറി ഇറങ്ങിയിട്ട് വരുമ്പോൾ ഇപ്പം ഇടത്തെ സൈഡിലൊരു വാഹനം ആക്സിഡൻ്റായി, ഒരു കാർ ആക്സിഡൻ്റായി കിടക്കുന്നത് കാണാൻ പറ്റും. എനിക്ക് തോന്നിക്കുന്ന ഏതോ ഉറക്കത്തിലെങ്ങാനും വന്നതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിക്ക് സൈഡ് കൊടുത്തപ്പം കൊണ്ട് തട്ടിയതായിരിക്കും. അപ്പം സൂക്ഷിച്ച് വരാൻ നോക്കുക. രാത്രികാലങ്ങളിൽ അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പം സൂക്ഷിച്ച് വരാൻ ശ്രമിക്കുക. അറുവരിപ്പാതയുടെ പണി നടക്കുന്ന പല ഭാഗത്തും ആക്സിഡൻ്റൊക്കെ കൂടുതലാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ആലപ്പുഴ ജില്ലയിലെ തുറവൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. നമ്മൾ തുറവൂർ ഭാഗത്ത് നിന്ന് നേരെ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തേക്കുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നത് അരൂര് ഭാഗത്തേക്കാണ്. തുറവൂർ അരൂര് ഭാഗത്തോട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നമ്മളിവിടുന്ന് നേരെ തിരിഞ്ഞ് നേരെ ചേർത്തല ഭാഗത്തോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് പിന്നെ മുമ്പോട്ട് പണി ആക്റ്റീവായിരിക്കുന്നത്. ഇവിടെ ഇനി 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് ചിലപ്പം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും നമ്മൾ തുറവൂർ ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ കയറ്റം കയറിപ്പോകാനുള്ള സാധ്യത കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഇവിടെ നിന്ന് ഒരു കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടുന്ന് മുമ്പോട്ട് പണി തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഒരു സൈഡിലായിട്ട് തന്നെ ഇടതുഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും പിന്നെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത് മെറ്റീരിയലിട്ട് നിരത്തി വരുന്ന പണിയാണ് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ്, കുറേ നാളിന് ശേഷമാണ് ഇപ്പം ഇതുവഴി പോയപ്പം ഭയങ്കരമായിട്ടുള്ള മാറ്റം കണ്ടത്. നമ്മൾ ഡ്രോണ് കൈ വെച്ചിരുന്നതാണ്, കൂടുതൽ സ്ഥലത്തെ വീഡിയോ എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്, പക്ഷേ നടന്നില്ല. പിന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ 2 വലിയ വാഹനങ്ങൾ ചേർത്തലയിൽ നിന്ന് ഇപ്പം ഇവിടോട്ടുള്ള ഗർഡറുകൾ, വലിയ ഗർഡറുകൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനമാണ് ഇപ്പോൾ 2 എണ്ണം ആ ഒരു പണി നടന്ന സ്ഥലത്തായിട്ട് കൊണ്ടുവന്നിട്ടിരുന്നത്. അപ്പം ഇതൊരു ചെറിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് ഇവിടുന്ന്, അതായത് തുറവൂർ മുതൽ ചേർത്തലയോ അല്ലെങ്കിൽ ആലപ്പുഴ വരെയുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറവൂർ മുതൽ നമ്മൾ ചേർത്തല വരെയുള്ള അപ്ഡേറ്റ് നമ്മൾ കുറേ നാളായി ചെയ്തിട്ട്. അപ്പം
ഇതാണ് ഇപ്പം പുതിയൊരു അപ്ഡേറ്റ് നമ്മളിത് കണ്ടപ്പം വീഡിയോയിൽ പകർത്തിയതാണ്. അപ്പം അതുകൂടെ നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നി. ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ തുറവൂരിൽ നിന്ന് പിന്നെ ചേർത്തല ഭാഗത്തോട്ട് പോകുമ്പോൾ പിന്നെയും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് അവർ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ 2 സൈഡിലും കൂടുതലായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ക്രാഷ് ബാരിയർ നിർമ്മാണം പണിയും നടക്കുന്നുണ്ട്. പിന്നെ ഡ്രൈനേജിൻ്റെ പണിയൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റിലുള്ളത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.